ഹലോ എവരി വൺ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുതിയ ഒരുപാട് വാക്കൻസീസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ വാക്കൻസി വരുന്നത് ഇരുമ്പനം കൊച്ചിയിലാണ്. കൊച്ചിയിലുള്ള പ്ലേസ് ആണ് വരുന്നത് ഇരുമ്പനം. അവിടെ നമുക്ക് സെയിം തന്നെ കാറിന്റെ ഷോറൂമാണ് വരുന്നത്. അവിടെ കസ്റ്റമർ കെയർ മാനേജർ, പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ, സർവീസ് അഡ്വൈസർ, അസിസ്റ്റന്റ് സർവീസ് അഡ്വൈസർ, ഡെന്റേഴ്സ്, പെയിന്റേഴ്സ് എന്നുള്ള വേക്കൻസീസും അവൈലബിൾ ആണ്. ഫ്രഷേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ ദിവസങ്ങളിൽ തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ജോബ് കോഡ് 74 ആണ് വരുന്നത്. പിന്നീട് വരുന്ന വേക്കൻസി ജോബ് കോഡ് 77 ആണ്. സെയിൽസ് എക്സിക്യൂട്ടീവ്, ബില്ലിംഗ് സ്റ്റാഫ്, ടെലികോളർ, ഈ ഒരു വേക്കൻസികളാണ് വരുന്നത്. ബില്ലിംഗ് സ്റ്റാഫിലേക്കും ടെലികോളറിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഫ്രഷർ ആണെങ്കിലും ഓക്കെയാണ്, കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത്. ബില്ലിങ്ങിലേക്ക് ജെൻസിനെ മാത്രമാണ് അവൈലബിലിറ്റി ഉള്ളൂ. സെയിൽസ് എക്സിക്യൂട്ടീവിലേക്ക് ടെലികോളറിലേക്കും ലേഡീസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ കരിയർ ബിഗിൻ ചെയ്യാവുന്നവർക്കാണെങ്കിലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ. പിന്നീട് ജോബ് കോഡ് 81 ആണ്. അത് ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള വേക്കൻസിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ചെറിയ കോഴ്സുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണെങ്കിലും ഇപ്പൊ 6 മാസത്തെയോ 3 മാസത്തെയോ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാമെന്ന് കൺഫേം ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വേക്കൻസിയും ചാലക്കുടി ഏരിയയിലുള്ളവർക്കാണ്. ബോയ്സ് ആണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറബിൾ ആയിരിക്കും. അവർക്ക് ഷിഫ്റ്റ് ടൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവൈലബിലിറ്റി നോക്കിയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഇൻഫോം ചെയ്തോളൂ. പിന്നീട് വരുന്നത് ജോബ് കോഡ് 83 ആണ്. മാനേജ്മെന്റ് ട്രെയിനിങ് എന്നുള്ള വേക്കൻസി വരുന്നത്. ജെൻസിനാണ് കൂടുതലായിട്ടും അപ്ലൈ ചെയ്യാൻ. ഇതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ബിടെക്കോ അതല്ലെങ്കിൽ ഡിപ്ലോമയോ ഹോൾഡർ ആയിരിക്കണം. ഇപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിലും ഈ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ചാലക്കുടിയിലും വേക്കൻസീസ് ഉണ്ട്, അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും കൊച്ചി, ആലുവ, തൃശ്ശൂർ അങ്ങനെയുള്ള ഏരിയാസിലും നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആണ്. ജോബ് കോഡ് 73 ആണ്. ജോബ് കോഡ് 73 സീനിയർ മെക്കാനിക് എന്നുള്ള പൊസിഷനാണ് വരുന്നത്. അത് തൃശ്ശൂർ ചാവക്കാടാണ് വേക്കൻസി ഉള്ളത്. ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. കാരണം സീനിയർ സ്റ്റാഫിനെയാണ് അവർ നോക്കുന്നത്. മെക്കാനിക്കൽ ഫീൽഡിലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലുള്ളവർ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ പറയണ്ടല്ലോ, ജെൻസിനാണ് കൂടുതലായിട്ട് വേക്കൻസീസ് വരുന്നത്. അതിപ്പോ നിങ്ങൾക്ക് ഡിപ്ലോമ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിലും ആ ഒരു ക്വാളിഫിക്കേഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതിയാവും. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു വേക്കൻസി ജോബ് കോഡ് 36 ചാലക്കുടിയാണ് പ്ലേസ് വരുന്നത്. ക്ലയന്റ് റിലേഷൻഷിപ്പ് മാനേജർ, ക്ലയന്റ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, ടൈലർ, IT ടെക്നീഷ്യൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, മിഷൻ ഓപ്പറേറ്റർ എന്നീ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. CRE CRM പോസ്റ്റുകളിലേക്ക് 18,000 എബോവ് സാലറി ഉണ്ടായിരിക്കും. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഈ പോസ്റ്റുകളിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ CV അയച്ചെന്ന ഈ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ലാംഗ്വേജ് കാര്യങ്ങൾ ഉള്ളവരായിരിക്കണം. അതല്ലെങ്കിൽ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്തതായി നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി ജോബ് കോഡ് 30 ആണ്. സ്റ്റുഡന്റ് കൗൺസിലറിന്റെ വേക്കൻസിയാണ് വരുന്നത്. ഇത് ആളൂരിലുള്ള ഓഫീസാണ് വരുന്നത്. അവിടെ കൗൺസിലിംഗ് സെക്ഷനിലേക്കാണ് വേക്കൻസി വരുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആർക്കും തന്നെ അപ്ലൈ ചെയ്യാം. ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതും ചാലക്കുടിയിലേക്കുള്ള ഒരു വേക്കൻസി തന്നെയാണ് വരുന്നത്. ജോബ് കോഡ് 79 ആണ്. വീഡിയോ എഡിറ്ററുടെ വേക്കൻസിയും വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും കൂടി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഫേമിലേക്ക് വേക്കൻസി നോക്കുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതും അതിന് കണ്ടന്റ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ആ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്രത്തോളം ചെയ്യാൻ പറ്റാവുന്നോ ആ രീതിയിലായിരിക്കും വരുന്നത്. വർക്ക് ഫ്രം ഓഫീസാണ് വരുന്നത്. ചാലക്കുടി ഏരിയ തന്നെയാണ്. ഫ്രഷേഴ്സിനെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ PRO എന്നുള്ളത് പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ എന്നാണ്. ഒന്നുകിൽ PGO അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റും അത്യാവശ്യം ലാംഗ്വേജ് കാര്യങ്ങളുള്ളവർക്കാണ് ഈ വേക്കൻസി അവൈലബിൾ ആയിരിക്കുന്നത്. ആലുവയിലാണ് ലൊക്കേഷൻ വരുന്നത്. കാർ വേൾഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കാം. ഇനി ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു ഫീൽഡൊക്കെ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് ക്ലയന്റ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ് വരുന്നത്. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂരൊക്കെ വേക്കൻസീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സംസാരിക്കാനും ക്ലയന്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലാണ് ഈ ഫീൽഡിലേക്ക് കുറച്ചും കൂടി നല്ലത്. അപ്പൊ ലേഡീസ് ആണെങ്കിലും ജെന്റ്സിനാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ജോബ് കോഡ് 53 ആണ്. സർവീസ് ബോയ്സിനെയാണ് കൂടുതലായിട്ട് ഈ ഫീൽഡിലേക്ക് ആവശ്യമുള്ളത്. കാരണം കാർ വാഷിംഗ് കമ്പനിയാണ്. ഡോർ സ്റ്റോപ്പ് കാർ വാഷ് ആണ് വരുന്നത്. ട്രാവലിംഗ് ഉണ്ടാവും.
ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വേക്കൻസി പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടാണെങ്കിലും ചെയ്യാം. ഫുൾ ടൈം ആണ് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ബേസിക് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആയിട്ട് വരാം. പാർട്ട് ടൈമിലേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കമ്മീഷൻ ബേസിലായിട്ടായിരിക്കും വർക്ക് വരുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓൾ കേരള ലെവലിൽ തന്നെ ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ബോയ്സിനാണ് കൂടുതൽ പ്രിഫറൻസ്. ഇതെല്ലാമാണ് നമുക്ക് ഇപ്പോൾ ഈ ആഴ്ച വന്നിരിക്കുന്ന വേക്കൻസീസ് ഉള്ളത്. ഇത് കൂടാതെ നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വേക്കൻസി സ്യൂട്ടബിൾ ആണെങ്കിൽ അവർക്ക് അത് നേരിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ആ പോസ്റ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആവാണെങ്കിലും പുതിയ വേക്കൻസീസിന്റെ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. ജോബ് കോഡ് 65 ആണ് വരുന്നത്. അക്കൗണ്ടന്റ്, ഡോക്ടർ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് എന്നീ വേക്കൻസികളാണ് വരുന്നത്. റിസപ്ഷനിസ്റ്റിലേക്ക് മെയിനായിട്ട് ലേഡീസ് ആണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള. ആ ഏരിയയിൽ നിന്നുള്ള അങ്കമാലി, കറുകുറ്റി, കൊരട്ടി ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അക്കൗണ്ട്സിലും ഡോക്ടർ അസിസ്റ്റന്റിന് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപേക്ഷിക്കാം. കറുകുറ്റി തന്നെയാണ് ലൊക്കേഷൻ വരുന്നത്. ടെലികോളേഴ്സിന്റെ വേക്കൻസിയും കറുകുറ്റിയിലേക്ക് തന്നെയാണ്. ലേഡീസിന് തന്നെയാണ് അതിലും പ്രിഫറൻസ് വരുന്നത്. കൂടുതലും ടെലികോളിംഗ് ഫീൽഡിലേക്കെല്ലാം ലേഡീസിന് തന്നെയാണ് പ്രിഫറൻസ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണെങ്കിലും അത്യാവശ്യം ലാംഗ്വേജ് കാര്യങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെയുള്ള ടെലികോളിംഗിലേക്ക് ആപ്റ്റ് ആയിരിക്കും. ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുമെന്ന് തോന്നുന്നവർക്ക് എത്രയും പെട്ടെന്ന് കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല അവസരമായിരിക്കും അത്. ജോബ് കോഡ് 68 ആണ് വരുന്നത്. ഓഫീസ് സ്റ്റാഫ് ആയിട്ടുള്ള വേക്കൻസി കൂടുതലായിട്ടും ലേഡീസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. തൃശ്ശൂരാണ് വേക്കൻസി ഉള്ളത്. ജോബ് കോഡ് 71 ആണ്. സെയിൽസ് ടീം ലീഡർ ആയിട്ടും മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടും വേക്കൻസീസ് അവൈലബിൾ ആണ്. ടീം ലീഡർ ആയിട്ട് നോക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് കുറച്ചുകൂടി നല്ലതുള്ളത്. മാനേജ്മെന്റ് ട്രെയിനി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു ട്രെയിനി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു മാനേജർ കപ്പാസിറ്റി ഒക്കെ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യാനോ ആ ഒരു കരിയർ ഗ്രോത്ത് ഒക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റിലെ എക്സ്പീരിയൻസ് ഉള്ളതോ ആ ഒരു ഫീൽഡ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ജോബ് കോഡ് 63 ആണ്. കറുകുറ്റി നിയർ ബൈ അപ്പോളോ ഹോസ്പിറ്റലാണ് വർക്കിംഗ് പ്ലേസ് വരുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്നുള്ള അർജന്റ് ആയിട്ടുള്ള വേക്കൻസിയാണിത്. മാത്രമല്ല ഈ ഡിസംബറിൽ ട്രാൻസിറ്റ് കരിയേഴ്സ് വലിയൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത്. അതെന്താണെന്നല്ലേ? നിങ്ങൾക്കൊരു ജോലി സെക്യൂർ ചെയ്തതിനു ശേഷം 1000 രൂപ മാത്രം സർവീസ് ഫീസ് നൽകിയാൽ മതി. ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വേക്കൻസികൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ട്രാൻസിറ്റ് കരിയേഴ്സ്. മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവരിവൺ. സ്റ്റാർട്ട് ഏർലി, സെറ്റിൽ ഏർലി.